കൂത്തുപറമ്പിൽ വയോധികയുടെ മാല പൊട്ടിച്ച കേസിൽ CPM കൗൺസിലർ പിടിയിലായി. പി രാജേഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചത്. അറസ്റ്റിന് പിന്നാലെ കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയ രാജേഷിനെ CPMൽ നിന്ന് പുറത്താക്കി. പാർട്ടിയുടെ യശസ്സിന് കളങ്കം വരുത്തിയതിന് അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതായി ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. വിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. വിജീഷ്, ഇതെങ്ങനെയാണ് പിടിയിലായത്? പാർട്ടി എന്ത് നടപടിയെടുത്തു? ഇതിനകത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. കണിയാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള ഒരു വയോധികയായ വീട്ടമ്മയുടെ കഴുത്തിലുള്ള മാല ഈ രാജേഷ് മോഷ്ടിക്കുകയായിരുന്നു. ഈ മോഷ്ടിക്കുന്ന സമയത്ത് ഹെൽമറ്റ് ധരിച്ചെത്തിയതിനാൽ ആളെ തിരിച്ചറിയാൻ വയോധികയ്ക്ക് സാധിച്ചിരുന്നില്ല. അവരന്ന് തന്നെ പോലീസിൽ പരാതി നൽകി. പോലീസ് പക്ഷേ ആകെ ലഭിച്ചിരുന്ന ഒരു സൂചന പാന്റും ഷർട്ടും ധരിച്ചെത്തിയ ആള് സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമായിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിനൊടുവിലാണ് CPM കൗൺസിലർ, അതായത് കൂത്തുപറമ്പ് നഗരസഭയിലെ 4ാം വാർഡായിട്ടുള്ള നൂനമ്പാറയിലുള്ള കൗൺസിലറായിട്ടുള്ള P രാജേഷിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു. രാജേഷ് ഈ മോഷണം നടത്തിയതിനു ശേഷം സ്കൂട്ടറിൽ രക്ഷപ്പെടുന്നതിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. രാജേഷ് വേഷം മാറി റെയിൻകോട്ട് ഇട്ട ശേഷമായിരുന്നു ഈ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നത്. ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. തുടർന്ന് സംഭവം നടന്ന 2ാം ദിവസം ഇന്ന് ഉച്ചയോടുകൂടിയാണ് നൂനമ്പായിൽ വെച്ച് രാജേഷിനെ കൂത്തുപറമ്പ് CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. സംഭവം പാർട്ടിക്ക് വലിയ തരത്തിലുള്ള നാണക്കേടായ ഘട്ടത്തിലാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റി ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇതിനകത്ത് പാർട്ടിയുടെ യശസ്സിന് കളങ്കം വരുത്തിയതിനാലാണ് നടപടിയെന്നും വിശദീകരിക്കുന്നുണ്ട് CPM.